തലേദിവസം എല്ലായിടത്ത് കേളി ഹെയർ മെത്തേഡൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ രാവിലെ മുടി എങ്ങനെയായിരിക്കും കാണാനുള്ളൊരു ജിജ്ഞാസയിലാണ് ഞാൻ ഓടി വന്നത്. ഹെയർ ക്യാപ്പ് അഴിച്ചു നോക്കിയപ്പോൾ എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. റെഡിമെയ്ഡ് ചിക്കൻ കറി നേരത്തെ മേടിച്ചു വെച്ചുകൊണ്ട് ഇന്ന് അത് വെച്ചിട്ടാവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനില്ല, എന്നാൽ എന്തെങ്കിലും ഒരു കറി മാത്രമേ ഉള്ളെങ്കിൽ മിക്കപ്പോഴത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഗോതമ്പ് ദോശ. അങ്ങനെ രാവിലെ ഒരു തട്ടിക്കൂട്ട് ഗോതമ്പ് ദോശയൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് അടിപൊളിയാക്കി. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി മൊത്തം പുറത്താണ്. അതിൽ കുറച്ച് പ്ലാൻ കെയറും പിന്നെ അതുപോലെ കുറച്ച് ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. എൻ്റെ കുറേ ചെടികളെ ഒന്ന് മാറ്റി നടാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ 2 ലക്കി ബാബുവിൻ്റെ കമ്പനിക്ക് മൃതല വന്നപ്പോൾ കൊണ്ടുതന്നതാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന മണ്ണ് വെച്ച് ഇവരെല്ലാവരെയും ഒന്ന് നട്ട് ശരിയാക്കി എടുക്കാം എന്ന് ഞാൻ ഓർത്തു. പിന്നത്തെ ഈ കുപ്പിയിലിട്ട് വെച്ച മണി പ്ലാന്റിന്റെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരെയും കൂടെ നമുക്ക് മണ്ണിൽ നടാം. അങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് തുടങ്ങി അവസാനം എനിക്ക് കുറേ പ്ലാന്റിനെ മാറ്റി നടാനുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള മണ്ണ് തീർന്നു പോയതിന് ബാക്കി പീസിൽ എനിക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ മണ്ണ് മേടിച്ചിട്ട് ഇവരെ മാറ്റി നടാൻ പറ്റുള്ളൂ. ഇനി ഈ നട്ട് വെച്ച ചെടികളെല്ലാം ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുകൊണ്ടേ വെക്കാൻ പറ്റില്ല. ഇവർക്ക് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റത്തില്ല, എന്നാൽ ബ്രൈറ്റ് സൺലൈറ്റ് വേണമെന്നാലും. ഇനിയാണ് ബാക്കിയുള്ള ക്ലീനിങ്. ബാക്കിയുള്ള സ്റ്റോർ റൂമിൽ നിന്ന് കണ്ട സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് ഇറക്കിയോണ്ടാണ് ഇനി ഇതെല്ലാം തിരിച്ച് അകത്തോട്ടേക്ക് കയറണം. അതുപോലെ തന്നെ കുറച്ച് മണ്ണൊക്കെ അവിടെ ഇവിടെയായിട്ട് ഞാൻ വീഴ്ത്തിയിട്ടുണ്ട്, അതും ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. പിന്നെ ഒരു ഒറ്റ സ്ഥലത്തായിട്ട് ഒന്നിച്ചുകൂടിയിരുന്ന എൻ്റെ 1-2 പ്ലാന്റ്സിനെ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു. സംഭവം നല്ല വെയിലാണെങ്കിലും കാറ്റുള്ളതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പുറം പണികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്റെ അകം കൂടി ഒന്ന് വൃത്തിയാക്കിയേക്കാം. പക്ഷെ അതിന് മാത്രം ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, എന്നാൽ ഒരിടത്ത് ഇരുന്ന് കഴിക്കാൻ മാത്രം വൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പഴവും കഴിച്ച് ബാക്കി ക്ലീനിങ് ആവാന്ന് വിചാരിച്ചു. അങ്ങനെ അകത്തെ ക്ലീനിങ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊക്കെ വൃത്തിയായി, ഇനിയിപ്പോൾ ഞാൻ വൃത്തിയാവണ്ടേ. അങ്ങനെ കുളിയും കഴിഞ്ഞ് മുടിയും ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മനുഷ്യക്കൊലം തിരിച്ചു വന്നതുപോലെ തോന്നിയത്. കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വെയിലും കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ചായ കുടിക്കാൻ. നല്ല ചായ നല്ലോണം കുടിക്കാൻ തോന്നിയോണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പിലാണ് ചായ ഉണ്ടാക്കിയത്. ഇന്ന് ആവശ്യത്തിലധികം അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇനി ഫുൾ റെസ്റ്റ് ആണ്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.